അമേരിക്കയുടെ മന്ത്ലി ജോബ് ഡാറ്റ പുറത്തുവരുന്നതിന് മുന്നോടിയായി ഗ്ലോബൽ മാർക്കറ്റിൽ വന്ന പോസിറ്റീവ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സ് 0.75% ഉയർന്ന് 24,457 ക്ലോസിംഗ് നൽകി. കൂടാതെ തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായി 3,664 കോടി രൂപയുടെ ബൈയിങ് ആണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ ദിവസം ബൈയിങ് സൈഡിലായിരുന്നു. 250 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് റിലയൻസ് പവർ. സോളാർ എനർജി കോർപ്പറേഷൻ്റെ വരുന്ന ടെൻഡറുകളിലേക്ക് 3 വർഷത്തേക്ക് റിലയൻസ് പവർ എന്ന കമ്പനി പങ്കെടുക്കാൻ പാടില്ല എന്ന വിലക്ക് സോളാർ എനർജി കോർപ്പറേഷൻ നീക്കിയിട്ടുണ്ട്. ഇത് റിലയൻസ് പവറിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഈ പോസിറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ONGC എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി ONGCയുടെ സബ്സിഡറി കമ്പനിയായ ONGC പെട്രോ അഡിഷൻ എന്ന കമ്പനിയിൽ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആദിത്യ ബിർള ക്യാപിറ്റലും റൈറ്റ് ഇഷ്യൂ വഴി ആദിത്യ ബിർളയുടെ തന്നെ സബ്സിഡറി കമ്പനിയായ ആദിത്യ ബിർള ഹൗസിംഗ് ഫിനാൻസിൽ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. IEX എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. നവംബർ മാസത്തെ എനർജി ട്രേഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നവംബർ മാസത്തെ ഇലക്ട്രിസിറ്റി ട്രേഡ് വോളിയം കഴിഞ്ഞ വർഷത്തേക്കാൾ 15.7% വർദ്ധിച്ച് 9,689 മില്യൺ യൂണിറ്റായി മാറി. ഡേ ഹെഡ് മാർക്കറ്റ് വോളിയം 9.8% വർദ്ധിച്ച് 5,651 മില്യൺ യൂണിറ്റും 5,651 മില്യൺ യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. കെയ്ൻസ് ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആസ്ട്രിയ ബേസ്ഡ് സെൻസോണിക് എന്ന കമ്പനിയുടെ 54% സ്റ്റേക്കുകൾ കെയ്ൻസ് ടെക്നോളജി അക്വയർ ചെയ്തു. സെൻസോണിക് എന്ന കമ്പനി ഡിസ്ട്രിബ്യൂട്ടഡ് അക്വിസ്റ്റിക് സെൻസിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. റെയിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. RVNL എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്നും RVNLന് 187 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇപാക് ഡ്യൂറബിൾ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഇപാക് മാനുഫാക്ചറിംഗ് ടെക്നോളജിയെ ഇപാക് അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ SIAB ഒഫീഷ്യൽസ് കമ്പനിയുടെ രാജസ്ഥാനിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ നടക്കുന്ന തെരച്ചിൽ അവസാനിപ്പിച്ചതായും കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ഗ്ലൈക്കോൾസിൽ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 38% നിന്നും 50.35% ഉയർത്തി. PB ഫിൻടെക് എന്ന കമ്പനി ഹെൽത്ത് കെയർ ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി PB ഹെൽത്ത് കെയർ എന്ന കമ്പനിയെ PB ഫിൻടെക്കുമായി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ക്യൂസ് കോർപ്പ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ആർച്ചർ ഇൻ്റഗ്രേറ്റഡ് സർവീസ്, ആസ്ട്രിൻ ട്രേഡേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് തുടങ്ങിയ കമ്പനികളെ ക്യൂസ് കോർപ്പ് 11 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. സുദർശൻ കെമിക്കൽ എന്ന കമ്പനി പ്ലാസ്റ്റിക്, പ്രിൻറ്റിംഗ് ഇങ്ക്സ് എന്നിവയ്ക്ക് വേണ്ടി സുമിക്ക ബ്രൈറ്റ് ഗോൾഡ് എന്ന പേരിൽ ഒരു പിഗ്മെൻറ്റ് നാച്ചുറൽ മൈക്ക ബേസ്ഡ് പിഗ്മെൻറ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് ബ്രിവറീസ് എന്ന സ്റ്റോക്ക് ആംസ്റ്റൽ ഗ്രാൻഡ് എന്ന പേരിൽ ഒരു സ്ട്രോങ് ബിയർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.